മദീന അത് വല്ലാത്തൊരു സ്ഥലമാണ്. ഈ പ്രാവശ്യം നമ്മളെ കൂടെ ഉംറയ്ക്ക് വന്ന കൻസുൽ ജന്നയോടൊപ്പം ഉംറയ്ക്ക് വന്ന ഒരു ഉമ്മ, ചങ്ങനാശ്ശേരിയിലുള്ളൊരു ഉമ്മ, ഫരീദുമ്മ എന്നാണ് പേര്. ഫരീദുമ്മ എന്ന് പറഞ്ഞ ആ ഉമ്മ ഉംറയ്ക്ക് പോയ സമയത്ത് മാഷാ അല്ലാഹ് ഉംറയ്ക്ക് ഒരു വട്ടം പോയതാ. രണ്ടാമത്തെ വട്ടം പോയപ്പോൾ നമ്മൾ അമീർ ഉസ്താദ്മാർ പോയപ്പം അവരുടെ അവസ്ഥ ഉണ്ടാവും പറഞ്ഞു, ഉമ്മ നിങ്ങൾ പോരണ്ട ഉമ്മ, നിങ്ങൾ ആകെ സുഖമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ഉമ്മ 2 ദിവസം വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. ലാസ്റ്റ് മക്കൾ പറഞ്ഞ് എങ്ങനെങ്കിലും കൊണ്ടുപോകണം. അവസാനം ഈ ഉമ്മായെ കൊണ്ടുപോകുന്ന സമയത്ത് മക്കളടുത്ത് പറഞ്ഞത്, ഞാൻ ഇനി ചിലപ്പോഴേ വരുള്ളൂ, ഞാൻ മദീനത്ത് ചിലപ്പം അവിടെ ആയിരിക്കും ഇനി എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് മക്കളൊക്കെ ആയിട്ട് ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സുബ്ഹാനല്ലാഹ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവര് മെനഞ്ഞാന്ന് മദീന മുനവ്വറയിൽ വെച്ച് മരണപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യം ചെയ്ത ഉമ്മയാണ്. ആ ഉമ്മ മരിക്കുന്നതിന് മുന്നേ വരെ നിറം കുറഞ്ഞൊരു ഉമ്മയായിരുന്നു. 70-ഓളം വയസ്സുണ്ട്. ഞാൻ കറക്റ്റ് ആ ഉമ്മയെ കണ്ടിട്ടില്ല. ഏതായാലും സുബ്ഹാനല്ലാഹ് അമീർ അവിടെ സാധാരണ ഈ മോർച്ചറിയിൽ ആളുകളെ കാണിക്കും, ഇങ്ങനെ ഇതാണോ നിങ്ങളുടെ ഹാജി, ഇതാണോ നിങ്ങളുടെ ഹാജി എന്ന് പറഞ്ഞ്, അല്ലെ വേറെ ആരെങ്കിലും കൊണ്ട് നമ്മൾ അടക്കുമല്ലോ. അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടി അമീർ ഉസ്താദിനെ കാണിച്ചു, അല്ലാതെ കാണൽ ഹറാമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉമ്മാനെ കാണിക്കുമ്പോ അമീർ ഉസ്താദ് പറയാം, ഉസ്താദേ ആ ഉമ്മാനെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ ഉമ്മാന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്, ആ ഉമ്മാന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഉമ്മായ മദീനയുടെ ആ പച്ചക്കുബ്ബയുടെ കറക്റ്റ് നേരെ തന്നെ അൽഹംദുലില്ലാഹ് ജന്നത്തുൽ ബഖീൽ ആ ഉമ്മായ അടക്കി. അല്ലാഹു ആ ഉമ്മയുടെ ഖബർ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള ഒരു മരണം തരട്ടെ ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റു നിൽക്കുമോ? ഒരൽപ്പം ചെറിയൊരു പ്രണയത്തിന്റെ ചരിത്രം പറഞ്ഞ് നമുക്ക് ദിക്ർ ചൊല്ലി പിരിയാം. ഇതാരുടെ സദസ്സാണ്? മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ സദസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി തരട്ടെ, നമ്മുടെ വേദനകൾ മാറ്റി തരട്ടെ. അവിടുന്ന് ഹബീബിനെ ഒരുപാട് പ്രണയിച്ച നേതാവാണ്. അവിടുന്ന് ഒരുപാട് ഹബീബിനെ പ്രേമിച്ച നേതാവാണ്. മുത്തുനബി തങ്ങളെ പ്രേമിക്കുക എന്നത് വെറും വാക്കിലൂടെയല്ല, അതാ മനസ്സിന്റെ അകത്തളങ്ങളില് സ്വന്തം ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ എല്ലാവരെക്കാളും ഹബീബിനെ പ്രേമിച്ചു 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 അവസാനം മദീനയിലേക്ക് മഹാനായ റിഫായി തങ്ങൾ ചെല്ലുന്നു. മദീന മുനവ്വറയുടെ ചാരത്ത് ചൊല്ലുന്നു. ഹബീബിന്റെ ആ പരിശുദ്ധമായ ആ മദീന, റബ്ബേ ആ പേര് പറയുമ്പോ ഞങ്ങൾക്ക് അവിടെ പോകാൻ കൊതിയാവുകയാണ്. ഞങ്ങളെ അവിടെ എത്തിക്കണേ അല്ലാഹ്. ഒരുപാട് പാവങ്ങളായ ബാപ്പമാരി സദസ്സിൽ ഈ സാധുവായി എന്റെ പ്രഭാഷണം കേൾക്കുന്നു. ഒരുപാട് ഉമ്മമാരെ കേൾക്കുന്നു. ഒരുപാട് വേദനയും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി വന്നവരാണ്. ഈ പാതിരാവിന്റെ പഴുതൂര് ഹബീബിന്റെ മദ്ഹ് കേൾക്കുന്നവരെയും മദീന കാണിപ്പിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറയുന്നു, മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ മുത്തുനബി തങ്ങളെ ചാരത്ത് ചെന്നിട്ട് പറയുകയാണ്, നബിയേ ഈ അഹ്മദ് എന്ന് പറയുന്ന ഈ പാവപ്പെട്ടവൻ അതാ ഇന്നലെ വരെ വീട്ടിലിരുന്ന് സലാം പറഞ്ഞവനാണ്. ഈ അഹ്മദ് എവിടെയാണോ ഉള്ളത് അവിടെ നിന്നൊക്കെ എന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ, എന്റെ ഉപ്പയുടെ പേര് കേൾക്കുമ്പോ, എന്റെ ഉപ്പാപ്പയുടെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലുന്നവനാണ്. എന്റെ ഉപ്പാപ്പയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും സലാം പറയുന്നു. ഇന്ന് ഈ അഹ്മദ് എന്ന് പറയുന്ന പാവപ്പെട്ടവൻ ഇതാ മദീന മുനവ്വറയുടെ റൗള ശരീഫിന്റെ ചാരത്താണുള്ളത്. എനിക്കൊരു ആഗ്രഹമുണ്ട് നബിയേ,
അവിടുത്തെയുടെ ആ പരിശുദ്ധമാകുന്ന ശറഫാക്കപ്പെട്ട ആ രണ്ട് കരങ്ങളും എനിക്കൊന്ന് മുത്തണം നബിയേ. തരുമോ യാ റസൂലല്ലാഹ്? ചോദിക്കണ്ട താമസോ. ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുകരം അതാ പരിശുദ്ധമായ ഖബറു ശരീഫിൽ നിന്ന് പൊങ്ങി വരികയാണ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങളങ്ങ് പിടിച്ചു മുത്തുന്നു. മുഅ്മിനീങ്ങളെ, നമുക്കങ്ങനെയൊന്നും അർഹതയില്ലല്ലോ. എന്നാലും നമുക്കൊരു ആഗ്രഹമുണ്ട്. അത് നമ്മൾ ഒരു ദിവസം മദീനയിൽ ചെല്ലുമ്പോ ആ ഹബീബിന്റെ പേരിൽ സലാം പറയുമ്പോ, നബിയെ ഞങ്ങളെ സലാം അവിടുന്ന് മടക്കുന്നതൊന്ന് ഞങ്ങൾക്ക് കേൾക്കണോ, ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം തരണേ. എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്, ചെറുപ്പക്കാരോട് പറയുകയാണ്, ഈ സദസ്സ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടു പോകാറുള്ള സദസ്സല്ല. എല്ലാ വർഷവും ഇങ്ങനെ നടത്തുന്നു. എന്തെങ്കിലും നമുക്ക് മാറ്റമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ സദസ്സിൽ വെച്ച് എല്ലാവരും ഒരു തീരുമാനമെടുക്കണോ. മരണം വരെയും കള്ളു കുടിക്കൂല, ഹാൻസ് വെക്കൂല, ലഹരി ഉപയോഗിക്കൂല, ഉമ്മാനെയും വാപ്പാനെയും തെറി പറയൂല, ഉസ്താദുമാരെയും ഗുരുക്കന്മാരെയും മോശക്കാരാക്കൂല, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കൂല. ഈ ഒരു തീരുമാനം എല്ലാ മക്കളും എടുക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ ലഹരിക്കടിമയാവുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ ആ കൂട്ടുകാരനെ ഒന്നെങ്കിൽ പറഞ്ഞ് നന്നാക്കണം, അതല്ലെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം അതാ വേർപെടുത്തണോ. കാരണം പിന്നീട് നമ്മളും അതിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ മുഴുവനും നല്ല മക്കളാക്കണേ അല്ലാഹ്. സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഗർഭിണിയാകുന്ന സമയത്ത് സീരിയലുകളും സിനിമകളും മ്യൂസിക്കുകളും കണ്ടിട്ട് ആ വയറ്റിനുള്ളിൽ കിടക്കുന്ന ആ മക്കളുടെ ജീവിതത്തെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ശാസ്ത്രലോകം വരെ പറഞ്ഞതല്ലേ, ഗർഭസമയത്ത് നല്ലത് മാത്രമേ കാണാവൂ, നല്ലത് മാത്രമേ കേൾക്കാവൂ. കാരണം എന്താണെന്നറിയുമോ? നിങ്ങളൊരു മോശമായ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഭർത്താവ് അതാ ഗർഭിണിയായ ഭാര്യയെ ചീത്ത വിളിക്കുമ്പോ ആ ചീത്ത നിന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന നിന്റെ പൊന്നുമോന്, അതല്ലെങ്കിൽ പൊന്നുമോള് കേൾക്കുകയാണ്. അത് കേട്ട് വളർന്നു വരുമ്പോ അവരും ചീത്ത വിളിക്കുന്ന മക്കളാവുകയാണ്. നിങ്ങൾ സിനിമ കണ്ടുവരുമ്പോ ആ മക്കളും സിനിമക്കടിമയാവുകയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരല്പമെങ്കിലും നന്നാവണോ. അവസാനം ഹബീബിന്റെ പൂമുഖം കണ്ടുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ഒന്ന് കുറച്ചൊന്നിരിക്കും. കുറച്ച് ഇൻഷാ അല്ലാഹ് ഒരു 10 ദിക്ർ, 10 ഇസ്തിഗ്ഫാർ, ഇൻഷാ അല്ലാഹ് 10 സ്വലാത്തുൽ ദ്വാരക. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇന്ന് വന്നപ്പോൾ ഒരുപാട് സന്തോഷം പറഞ്ഞു. പ്രത്യേകിച്ച് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. നല്ല നാട്ടുകാരാണ്, അൽഹംദുലില്ലാ, വലിയ സ്നേഹമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു സ്ഥാപനമടക്കം ഇതിനെ ഈ രൂപത്തിലേക്കൊക്കെ എത്തിച്ചത് നിങ്ങളാണ്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എനിക്ക് തോന്നുന്നു ഉസ്താദ് ഒരു മാസത്തെ ശമ്പളം പോലും എടുക്കാതെ ഇവിടെ നിൽക്കുന്നേ തോന്നലേ. കമ്മിറ്റിക്കാരൻ തരാത്താണോ അതോ ശമ്പളം ഉണ്ടോ? ആ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു. മാഷാ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സാധുവായ ഉസ്താദ്, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, അള്ളാഹു റാഹത്ത് ചെയ്യട്ടെ. ആ പള്ളി വഖഫ് ചെയ്ത ഉപ്പായും ഉമ്മായും ഖബറിലാണോ?
അല്ലാഹു ഖബർ സ്വർഗീയ ആരാമമാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മജീദ് ഉസ്താദ് അൽഹംദുലില്ലാ ഈ നാടിന്റെ ആത്മീയ നേതൃത്വമായിരുന്നു മഹാനായ ഐസിഎസ് മജീദ് ഉസ്താദ്. അല്ലാഹു അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ മഹാനായ മഅദനി ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു ഉസ്താദിന് കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അൻവാർ ഷേരി എന്ന് പറയുന്ന മനോഹരമായ സ്ഥാപനമടക്കം അല്ലാഹു അവിടെ പഠിക്കുന്ന നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളിലും വിനീതനായ ഞാൻ പഠിച്ചിരുന്ന മഖ്ദൂമിയ, ഖാദിസിയ, അങ്ങനെ തുടങ്ങി അൽഹംദുലില്ലാ ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലാഹു അതൊക്കെ അല്ലാഹു വലിയ ബർക്കത്തിലാക്കട്ടെ. അല്ലാഹു അതിന്റെ കടങ്ങളും അതിലുള്ള എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. മൂസാജി ഈ പള്ളി പണിഞ്ഞു, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദ് പറഞ്ഞത് ഒരു ബക്കറ്റ് പിരിവുണ്ട് ഉസ്താദെ, ഒന്ന് ബക്കറ്റ് വരുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണം കേട്ടോ. എൻ്റെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ. ബക്കറ്റ് ഒരു ഇന്നത്തെ കൊണ്ട് നാളത്തേക്ക് ഒരു കവറുണ്ടെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മളെ പോലുള്ള ആളുകളെ ഉള്ളൂ ഇങ്ങനെയുള്ള. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ഗാനമേളയോ അതല്ലെങ്കിൽ ഒരു സിനിമ പാട്ടൊക്കെ വെച്ചായിരുന്നു എത്ര ആളുണ്ടായിരുന്നു. ശരിയല്ലേ വാപ്പ? ആണോ അല്ലേ? നമ്മളെ മക്കൾ അവിടെ പോയി എങ്ങനായിരിക്കുക? കള്ളും കുടിച്ചിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള സദസ്സ് നമ്മളെ നാടുകളിൽ നിലനിർത്തിയില്ലെങ്കിൽ ഇതെല്ലാം അസ്തമിച്ചു പോകും. പിന്നെ നമ്മളെപ്പോലെ ഇങ്ങനെ വന്നിരിക്കാൻ നമ്മളെ മക്കളൊന്നും ഉണ്ടാവൂല. നമ്മൾ ഈ ഇങ്ങനെയുള്ള സദസ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും. ഇത് അള്ളാഹിന്റെ പരിശുദ്ധമായ പള്ളിയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിക്ക് തന്നെ മദ്രസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി നിങ്ങൾ എന്തും സഹായിക്കണം. കാരണം സദഖ എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അപകടങ്ങളിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കും. നിങ്ങൾ അൽഹംദുലില്ലാ നല്ല റാഹത്തിൽ കൊടുക്കണം. ഇത് നിങ്ങൾ ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് നമ്മളെ പൈസയൊന്നും വേണ്ട. ഇങ്ങോട്ടോക്കി, അള്ളാഹ്ക്ക് നമ്മളെ പൈസയൊന്നും വേണ്ട. പിന്നെയോ, അള്ളാഹ് നമുക്ക് പൈസ എന്തിനാ? വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തോ, അല്ലെങ്കിൽ നാളെ അവിടെ വെച്ച് കാണാം. അതിന് വേണ്ടിയിട്ടാണ് റബ്ബ് നമുക്ക് പൈസ തന്നത്. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹ് നമ്മളെ പൈസ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല നമ്മളെ തന്നത്, നമുക്ക് രക്ഷപ്പെടാൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഒരു 100 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കടയിൽ കൊണ്ടുപോയി തക്കാളിയും പഞ്ചാരയും അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മളെ പൈസ വേണം. അതെന്തിനാ? നമുക്ക് വേണ്ടിയിട്ടാ, നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാ. അതല്ലാതെ കടക്കാരന് കൊടുക്കാനല്ല. ഇതിപ്പോ കടക്കാരന് 100 രൂപ എടുത്തിട്ട് ഇപ്പൊ ഞാൻ എന്തിനു ഭക്ഷണം കഴിക്കുന്നത്? അങ്ങനല്ല. അതേപോലെയാണ് അള്ളാഹുവിന് നമ്മളെ പൈസയൊന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു 100 രൂപ, അതിലെ ഒരു 1000 രൂപ, ഇനി പോട്ടെ 1,00,000 രൂപ അള്ളാന്റെ പള്ളിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വേണ്ടി കൊടുക്കുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, എത്ര ആളുകളാണെന്ന് വലിയ വലിയ ക്യാൻസറിനും ട്യൂമറിനും അടിമയായി. സുബ്ഹാനല്ലാഹ്. നമ്മളെ ചിറവയൽ എന്ന് പറയുന്ന പള്ളി, എൻ്റെ അളിയൻ മുഹമ്മദ് സിദ്ദീഖ് ഉസ്താദ്, ആ സിദ്ദീഖ് ഉസ്താദിന്റെ ശിഷ്യനായ ആദിൽ എന്ന് പറയുന്ന പൊന്നുമോൻ, 10 വയസ്സ് മാത്രമുള്ള ഒരു പൊന്നുമോൻ. സുബ്ഹാനല്ലാഹ്. നല്ലതുപോലെ പഠിക്കുന്ന പൊന്നുമോനാണ്. ആ പൊന്നുമോന് നിങ്ങൾ കേൾക്കണം, ഈ ഇരിക്കുന്ന മോന്റെ കണക്കിരിക്കാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഇരിക്കുന്ന മോന്റെ ഒരു മുഖശൈപ്പാണ്. സുബ്ഹാനല്ലാഹ്. ആ മോന് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണിന് കാഴ്ച കുറഞ്ഞു വന്നു. ഉമ്മമാരെ കേൾക്കണം, കണ്ണിന് കാഴ്ച കുറഞ്ഞു വന്നു. സുബ്ഹാനല്ലാഹ്. കാഴ്ച കുറഞ്ഞു വന്നിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്തു, രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് SAT കൊണ്ടുപോയി നോക്കിയപ്പോ തലയുടെ ബാക്കിൽ ഒരു മുഴ വന്നിട്ട് ഈ 2 ഞരമ്പും ജാമായി പോയി. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർമാർ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഉസ്താദേ, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, ദുആരക്കണം. ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ബ്രെയിൻ വർക്ക് ചെയ്യാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഏത് സമയവും എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിൽ ആ മോൻ കിടക്കി. ഇതൊരു മോന്റെ കാര്യമാ. പാപികളായ നമ്മളെ കാര്യമോ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പരിശുദ്ധമായ പള്ളിയിലേക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നിയ്യത്ത് വെക്കണം. അല്ലാഹുവേ, എനിക്കോ എന്റെ മക്കൾക്കോ എന്റെ ജീവിതത്തിനോ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം തരല്ലേ അല്ലാ. എനിക്കൊരു പ്രയാസവും തരല്ലേ അല്ലാ. എന്റെ ഭാര്യക്ക് കൊടുക്കല്ലേ അല്ലാ.
അല്ലാ, എൻ്റെ മക്കൾക്ക് കൊടുക്കല്ലേ അല്ലാ, ഒരു ബുദ്ധിമുട്ടും കൊടുക്കല്ലേ അല്ലാ എന്ന് മനസ്സിൽ നല്ല നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ഇൻഷാ അല്ലാ കൊടുക്കണം. അല്ലാഹു ബർക്കത്തിൽ